സ്കൂൾ ബസ്സുകൾക്ക് രാജ്യത്തെ ഗുണനിലവാര അതോറിറ്റിയായ എസ്മ മുന്നോട്ടുവച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ 2 വർഷമാണ് ആഭ്യന്തര വകുപ്പ് സമയം അനുവദിച്ചത്. ഈ കാലാവധി ഈ മാസം 29-ന് പൂർത്തിയാവുകയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്കൂൾ ബസ്സുകൾ ഇനി രജിസ്റ്റർ ചെയ്യാനാവില്ല. രജിസ്ട്രേഷൻ പുതുക്കി നൽകില്ല. അത്തരം സ്കൂൾ ബസ്സുകൾ നിരത്തിലിറക്കാനും സർക്കാർ അനുവദിക്കില്ല. 18-ലധികം സുരക്ഷാ ക്രമീകരണങ്ങളാണ് സ്കൂൾ ബസ്സുകളിൽ ഏർപ്പെടുത്തേണ്ടത്. പ്രധാനപ്പെട്ടത് ഇതിനകത്ത് സ്പീഡ് ലിമിറ്റഡ് ഡിവൈസ് വേണം. കുട്ടികളുടെ വണ്ടിക്ക് 80 കിലോമീറ്റർ സ്പീഡ് മാത്രമേ പാടുള്ളൂ. അതിൻ്റെ കൂടെ റൂട്ട് ഡെസ്റ്റിനേഷൻ ബോർഡ് ആവശ്യമുണ്ട്, സ്റ്റോപ്പ് ബോർഡ് ആവശ്യമുണ്ട്. പിന്നെ ഇതിനകത്ത് എയ്സൽ, എമർജൻസി ഹാമേഴ്സ്, റിവേഴ്സ് സെൻസേഴ്സ്, ക്യാമറാസ് 6 ക്യാമറാസ് ഇൻക്ലൂഡിങ് റിവേഴ്സ് ക്യാമറ, പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, GPS ഡിവൈസസ് മുതലായവയൊക്കെ ഇതിനകത്ത് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. 2 വർഷം മുമ്പേ ദുബൈയിലെ സ്കൂൾ ബസ്സുകളിൽ ഇത്തരം ക്രമീകരണങ്ങൾ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ മറ്റു പല എമിറേറ്റുകളിലും ഇവ പൂർണ്ണമായിട്ടില്ല. സ്കൂളുകൾക്കായി വാടകയ്ക്ക് ബസ്സുകൾ നൽകുന്ന കമ്പനികളെല്ലാം ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.